ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പുതുച്ചാടന അനുഭവ പാഠങ്ങളുടെ 72ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ ഏതാനും പുതുച്ചാടന അനുഭവ പാഠങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചത് വാഗമണ്ണ് ധ്യാനിക്കാനായിട്ട് വന്ന 17 വയസ്സുകാരനായ യുവാവിൻ്റെ ചില പൈശാചിക ഇടപെടൽ അനുഭവങ്ങളെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ടാണല്ലോ. നമ്മൾ ഏതാനും കാര്യങ്ങളെല്ലാം പൊടിപടിയായിട്ട് കാണുകയുണ്ടായി. ഒരു കാര്യം കൂടി ആ സംഭവത്തെക്കുറിച്ച് പരാമർശിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്, പാഠമായിട്ട് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട്. ഞാൻ പറഞ്ഞു, 2 ധ്യാനങ്ങൾ അവൻ വന്ന് കൂടി വാഗമണ്ണിൽ മൗണ്ട് നെബോയിൽ. അപ്പനമ്മേനും കൂട്ടിക്കൊണ്ട് വന്നതാണ്. അവനും മല്ല് പിടിച്ചൊന്നുമില്ല, മനസ്സായിട്ട് തന്നെ വന്നു കൂടാനായിട്ട്. പക്ഷെ അവന് ഒരിക്കലും തുറന്നിട്ടില്ല. അവൻ്റെ അവന് ഒട്ടും ദൈവത്തിൻ്റെ പക്കൽ തുറക്കാതെ സാത്താനോട് തുറന്നു കൊടുത്ത് സാത്താന്, ഞാൻ സൂചിപ്പിച്ച പോലെ, അവൻ ജീവിതം മുഴുവനെയും പ്രായപൂർത്തി അടുത്ത മെയ് മാസത്തിൽ, അത് പിറ്റേ മെയ് മാസത്തിലാകുമ്പോൾ തന്നെ സാത്താൻ ഏൽപ്പിച്ചു കൊടുക്കാനുള്ള തീരുമാനം ഉറപ്പിച്ചുകൊണ്ട് അവന് 2 ധ്യാനം വന്നു കൂടിയത്. അപ്പോൾ 2 ധ്യാനത്തിലായിട്ട് എത്രയോ മണിക്കൂറുകൾ വചനം പങ്കുവെക്കുന്നതും സ്തുതിക്കുന്നതും എല്ലാം അവൻ്റെ മുമ്പിൽ നൽകപ്പെട്ട ദൈവത്തിൻ്റെ വലിയ ഇടപെടലുള്ള നിമിഷങ്ങളായിരുന്നു. ഇത്രമാത്രം വചനം കേട്ടിട്ടും വചന വ്യാഖ്യാനങ്ങൾ കേട്ടിട്ടും വചന ഉദാഹരണങ്ങൾ സംഭവങ്ങളെല്ലാം കേട്ടിട്ടും അവനതൊട്ടും തിരിഞ്ഞതേയില്ല എന്നുള്ളത് എന്നെ കുറച്ച് ആശ്ചര്യപ്പെടുത്തൊരു കാര്യമാണ്. എല്ലാം കേട്ടിരിക്കും. പ്രത്യേകിച്ച് ചില സംഭവങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു തിന്മയുടെ വശം, പലപ്പോഴും നമുക്കൊരു മനസാന്തര അനുഭവം, ഒരു സാക്ഷിയൊക്കെ പറഞ്ഞു വരുമ്പോൾ അതിനകത്ത് തിന്മയുടെ പശ്ചാത്തലം ഉണ്ടാകുമല്ലോ. ബൈബിളിൽ തന്നെ നമുക്കറിയാം ഒരുപാട് തിന്മകളുടെ വിവരണങ്ങളുണ്ട്. തിന്മയുടെ വിവരണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് രക്ഷയുടെ, നന്മയുടെ കാര്യങ്ങൾ ഫലദായകമാകുന്നത് എന്ന് പറഞ്ഞ പോലെ നമ്മൾ ചില സംഭവങ്ങളൊക്കെ പങ്കുവെക്കുമ്പോൾ തിന്മയുടെ വശങ്ങൾ കാണും. അപ്പോൾ ഞാൻ സാധാരണ പങ്കുവെക്കാറുള്ള ചില കാര്യങ്ങൾ, സംഭവങ്ങളൊക്കെ പറഞ്ഞു വരുന്നിടത്ത് ഞാൻ ഇവനെ ശ്രദ്ധിച്ചു. അതിൻ്റെ അഴുക്കിൻ്റെ മേഖലകൾ എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞു പോകുന്നിടത്ത് അവനിങ്ങനെ താല്പര്യത്തോടെ കേട്ടിരിക്കുകയാണ്. മറ്റ് അതിൻ്റെ നന്മ പ്രവർത്തിച്ചിട്ട് വിടുതലുണ്ടായതും സ്വർഗീയ ദൈവിക അനുഭവത്തിലേക്ക് ആൾക്കാർ വന്ന കാര്യം കേൾക്കാൻ വൃത്തിയൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ പിന്നീട് അവനെ നോക്കിയിട്ട് 2ാമത്തെ ധ്യാനത്തിൽ പ്രത്യേകിച്ചും വചനം പങ്കുവെച്ചപ്പോൾ വളരെ ജാഗ്രതയെടുത്തു. പറയുന്ന വിവരണങ്ങളിലൊക്കെ സൂക്ഷ്മമെടുക്കാൻ തുടങ്ങി. എങ്കിലും അവന് ഒരു തരത്തിലും ഒരു വചനം അവനെ സ്പർശിച്ചതേ ഇല്ല. പിന്നീട് ഇതേപ്പറ്റി ചിന്തിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലാവുകയായിരുന്നു. ഒരു വ്യക്തി അറിയാതെ ആണെങ്കിൽ പോലും സാത്താൻ്റെ പക്കലേക്ക് തന്നെ ഇത് തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് പിന്നെ വചനം ശ്രവിക്കാൻ മേലാത്തൊരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ പിന്നെ അറിഞ്ഞുകൊണ്ട് തുറന്നു കൊടുത്താൽ പറയാനുമില്ല. അതിന് നല്ലൊരു ഉദാഹരണം വചനരംഗമാണ്. യോഹന്നാൻ സുവിശേഷം 8ാമത്തെ അധ്യായത്തിൽ 43 ഒക്കെ വാക്യങ്ങളിൽ കാണാം. ഈശോ തൻ്റെ ചുറ്റും നിൽക്കുന്ന പരിസയരോ നിയമരോട് ചോദിക്കുകയാണ്, ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റുന്നില്ലാത്തത്? ഈശോ തന്നെ ഉത്തരം കൊടുക്കുകയാണ്, നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിൻ്റെ ഇഷ്ടമാണ് അനുവർത്തിക്കാൻ നോക്കുന്നത്. അവൻ ആദ്യം മുതലേ കൊലപാതകയാണ്. അപ്പം ഇങ്ങനെ പറഞ്ഞു പോകുന്നിടത്ത് ഇത് നമുക്കറിയാവുന്ന വചനഭാഗമാണ്. ശ്രദ്ധിക്കണം, എന്തുകൊണ്ടാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലാത്തത്? ഇപ്പം ഞാൻ പയ്യൻ്റെ കാര്യം പറഞ്ഞപ്പം 2 ധ്യാനം മുഴുവനും കൂടിയിട്ട് അവിടെ പങ്കുവെക്കുന്ന വചനങ്ങളൊന്നും ഗ്രഹിക്കാൻ അവന് പറ്റുന്നില്ല. അവൻ്റെ മനസ്സ് എവിടെയോ ബ്ലോക്കാണ്, ബുദ്ധിയിൽ അന്ധകാരം തന്നിരിക്കുന്ന ഒരവസ്ഥയാണ്. അതെങ്ങനെ വന്നു? അത് വ്യാഖ്യാനിക്കുമ്പോൾ ഈശോ പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ പിതാവായി പിശാചിൻ്റെ ഇഷ്ടമാണ് അനുവർത്തിക്കുന്നത്. പിശാചിൻ്റെ മക്കളായിട്ട് നിങ്ങൾ മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ പറയുന്ന വാക്കുകൾ കേൾക്കാൻ പറ്റുന്നില്ലാത്തത്. ഒരു ഉദാഹരണം പറയാം. നമ്മൾ നാട്ടിൻപുറത്ത് പറമ്പിൽ കന്നുകാലിയും ആടും പന്നിയും കോഴിയും ഒക്കെ ഉണ്ട്. തീറ്റ തിന്ന് മേഞ്ഞ് നടക്കുന്നു. തള്ളപ്പശു അവിടെ നിന്നുകൊണ്ട് അമറുകയാണ്. അതിന് കുഞ്ഞുങ്ങളെ നോക്കി അമറുന്നത്. തള്ളപ്പശു അമറുന്നതിൻ്റെ സ്വരം ആ പറമ്പ് മുഴുവനും അലയടിക്കുകയാണ്. പക്ഷേ ഈ അമർച്ച കേൾക്കുമ്പോൾ ചുറ്റുപാട് നിൽക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളോ പന്നിക്കുഞ്ഞുങ്ങളോ ആട്ടുകുഞ്ഞുങ്ങളോ ഒന്നും ഓടി ഈ തള്ളപ്പശുവിൻ്റെ പക്കലേക്ക് വരികയില്ല. അവർ ചിലപ്പോൾ സ്വരം കേട്ടതായിട്ട് പോലും ഭാവിക്കുകയില്ല, കേട്ടതായിട്ട് തിരിച്ചറിയുന്ന പോലുമില്ല. എന്തെല്ലാം സ്വരം കേൾക്കുന്നു ശ്രദ്ധിക്കുന്നില്ലല്ലോ. അല്ലെ ഒന്ന് നോക്കിയിട്ട് പിന്നെ അവിടെ തിരിഞ്ഞിരിക്കുകയുള്ളൂ. അതേസമയം പറമ്പിൽ എവിടെയെങ്കിലും ആ തള്ളപ്പശുവിൻ്റെ കിടാക്കളുണ്ടെങ്കിൽ അതുങ്ങൾ പെട്ടെന്ന് സ്വരം നോക്കിയിട്ട് ഒറ്റ ഓട്ടം ഇങ്ങോട്ട് വരും. ഇത് തന്നെയല്ല തള്ളക്കോഴി കൊക്കോ എന്ന് വെക്കുമ്പോഴത്തേക്കും പന്നിക്കുഞ്ഞുങ്ങൾ ഓടി വരുമോ? ഇല്ല. കോഴിക്കുഞ്ഞുങ്ങൾ എവിടെ തീറ്റ തിന്ന് ഒറ്റയ്ക്ക് തന്നെ അതിലേക്ക് പോയിരിക്കുകയാണെങ്കിൽ പോലും ഈ തള്ളയുടെ കൊക്കര് കേൾക്കുമ്പോഴത്തേക്ക് കോഴിക്കുഞ്ഞുങ്ങൾ തീറ്റയും ചെതലും എല്ലാം ഇട്ടിട്ട് പറന്ന് പാഞ്ഞിങ്ങോട്ട് വരും. അതിൻ്റെ തള്ളയുടെ സ്വരം അറിയാം. ആടിൻ്റെ സ്വരം ആട്ടുകുഞ്ഞുങ്ങളാണ് കേട്ടത് ഓടി വരുന്നത്. അപ്പോൾ ഓരോ കുഞ്ഞും അതിൻ്റെ തള്ളയുടെ അല്ലെങ്കിൽ അപ്പൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ സ്വരമാണ് കേൾക്കുന്നത്, തിരിച്ചറിയുന്നത്, അതിലേക്ക് കൊടുത്ത് വരുന്നത്. ഇതാണ് ഈശോ പറയുന്നത്, നിങ്ങൾ വേറൊരു അപ്പൻ്റെ മക്കളാണ്, പിശാച് എന്ന അപ്പൻ്റെ മക്കളാണ്.
ഞാൻ പിതാവ് പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്താ ഗ്രഹിക്കാൻ പറ്റുന്നില്ലാത്തത്? എൻ്റെ അപ്പൻ്റെ മക്കളല്ല നിങ്ങൾ വേറൊരു അപ്പൻ്റെ മക്കളാണ്. ഏതാണ് അപ്പൻ? ഈശോയ്ക്കൊരു മടിയില്ല. ഈശോ കൃത്യമായിട്ട് തെളിച്ച് പറയുകയാണ്, പിശാച് എന്ന അപ്പൻ്റെ മക്കളാണ് നിങ്ങൾ. അത് രണ്ട് കാര്യം ചോദിപ്പിക്കുക. ഒന്ന്, നിങ്ങൾക്ക് അതുകൊണ്ട് ഞാൻ പറയുന്നത് തിരിയുന്നില്ല. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ എന്നെ കൊല്ലാൻ അന്വേഷിക്കുന്നു, കൊല്ലാൻ ആലോചിക്കുകയാണ്. അത് ആ അധ്യായത്തിൽ മുഴുവനും കാണാൻ പറ്റും. ആ അധ്യായത്തിൻ്റെ അവസാന വാക്യം നമ്മൾ വായിക്കുമ്പോൾ, യോഹന്നാൻ 8 അവസാനം, അപ്പോൾ അവർ അവനെ എറിയാൻ കല്ലുകളെടുത്തു. ഈശോയുടെ മറിഞ്ഞു പോയി. അതുകൊണ്ട് എറിയാൻ കല്ലെടുത്തു, കൊല്ലാനാണ് നോക്കുന്നത്. അപ്പോൾ അവർ ഉള്ളിലിങ്ങനെ കൊല്ലാനുള്ള മാർഗം അന്വേഷിക്കുകയാണ്. ഇത് യോഹന്നാൻ മാത്രമല്ല, മറ്റെല്ലാ സുവിശേഷകന്മാരും ഇത് പറയുന്നുണ്ട്, നമുക്കറിയാം. ഓരോ അവസരങ്ങൾ, സാബത്ത് ദിവസം രോഗശാന്തി കൊടുക്കുന്നിടത്ത്, സീസണിൽ നികുതി കൊടുക്കുന്ന വിഷയം, ഓരോ വിഷയങ്ങൾ വരുമ്പോൾ ഇവരിങ്ങനെ വളരെ നല്ല ഭാവത്തോടെ പുഞ്ചിരിയോടെ വന്നിട്ട് നല്ലവനായ ഗുരു എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ കെണിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഓരോ കാര്യം ചോദിക്കുന്നതിനാ. നശിപ്പിക്കേണ്ടത് എങ്ങനെയെന്ന് അവർ ആലോചിക്കുന്നതിൻ്റെ ഭാഗമാണിതെല്ലാം. അങ്ങനെ നശിപ്പിക്കാൻ ആലോചിക്കുന്ന, കൊല്ലാൻ കെണിപ്പെടുത്താൻ നോക്കുന്നത് വെറുപ്പാണ്, കൊല്ലാൻ നോക്കുകയാണ്. വെറുക്കുന്നതിന് കൊലപാതകം നമുക്കറിയാമല്ലോ. 1 യോഹന്നാൻ 3:15 അറിയാം. അതുകൊണ്ടാണ് ഈശോ 5-ാം പ്രമാണി വ്യാഖ്യാനിക്കുമ്പോൾ യോഹന്നാൻ 5:22-23 വാക്കുകൾ നമുക്കറിയാമല്ലോ. ഫോഷ, വിഡ്ഢി എന്ന് വിളിച്ച് കോപത്തോടെ സഹോദരനോട് പെരുമാറുന്ന വ്യക്തി ഹൃദയത്തിൽ കൊലപാതകമാണ് ചെയ്യുന്നത്. അപ്പോൾ ഈശോയുടെ ചുറ്റും വന്ന് പുഞ്ചിരിയോടെ നിൽക്കുന്നതെങ്കിലും ഉള്ളുകൊണ്ട് ഇവരെ എങ്ങനെയാണ് കെണിപ്പെടുത്തുന്നത് ഓർത്തുകൊണ്ട് പഴുതന്വേഷിച്ച് നിൽക്കുന്ന ഇവർ വെറുപ്പാണ്, കൊലപാതകമാണ് ചൈതന്യം. അതാണ് സാത്താൻ. അവൻ ആദ്യം മുതലേ കൊലപാതകയാണ്. ആ കൊലപാതകയെ അപ്പൻ്റെ തനി സ്വഭാവം ഇവർ കാണിക്കുന്നത്. എത്ര കൃത്യമായിട്ട് ഈശോ പറയുന്നത് നോക്കിക്കുകയും. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ സ്വരം ഗ്രഹിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഗ്രഹിക്കാൻ പറ്റുന്നില്ലാത്തത്? കണ്ടോ, യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആടുകളും ഇടയനും അതേപ്പറ്റി പറയുമ്പോൾ ഈശോ കൃത്യമായിട്ട് പറഞ്ഞു, എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കും, ഇടയൻ ഞാൻ പേര് ചൊല്ലി വിളിക്കും, അവ എൻ്റെ സ്വരം തിരിച്ചറിഞ്ഞ് എന്നെ അനുഗമിക്കും, അവ ഒരിക്കലും അപരിചിതൻ്റെ സ്വരം തിരിച്ചറിഞ്ഞ് അനുഗമിക്കുകയില്ല. ഇത് തന്നെ ഈശോ ഇവിടെ പറയുന്നതും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പയ്യൻ്റെ കാര്യത്തിൽ 2 ധ്യാനം മുഴുവൻ എത്രയോ മണിക്കൂറുകൾ ഞാനവിടെ വാഗമണ്ണിൽ ധ്യാനം നടത്തുമ്പോൾ ഞായറാഴ്ച തുടങ്ങി ശനിയാഴ്ച രാവിലെ തീരുന്നത് 5 മുഴുവൻ ദിവസങ്ങളുണ്ട്. വരുന്നതും പോകുന്നതും കൂടാതെ ഒരു 30-35 മണിക്കൂർ വചനപ്രഘോഷണം തന്നെയുണ്ട്. ഇത്രയും മണിക്കൂറുകൾ, അപ്പോൾ 35-70 മണിക്കൂർ വചനപ്രഘോഷണം ഇരുന്ന് കേട്ടിട്ടും അവനൊന്നും തിരിഞ്ഞില്ല. ഈ പയ്യന് എന്താണ് കാരണം? അവനൊന്നും ഗ്രഹിക്കാൻ പറ്റുന്നില്ല. അവൻ്റെ ഉള്ള് പൈശാചിക അരുവിക്കാൻ അടിയറ വെച്ച് തുറന്നു കൊടുത്തിരിക്കുകയാണ്. നമ്മൾ ഓർമ്മിക്കണം, നമ്മളുടെ ജീവിതത്തിലും ചിലപ്പോഴൊക്കെ വചനം വായിക്കാൻ തോന്നുന്നില്ല, വചനം വായിച്ചാലൊന്നും തിരിയുന്നില്ല, ബോറടിക്കുന്നു, വചന പ്രഘോഷണം കേൾക്കാനായിട്ട് ഇഷ്ടമില്ല, വചനം പങ്കുവെക്കുന്നതിന് മുമ്പ് ഏറ്റു പോകാൻ തോന്നുന്നു, വായിക്കോട്ട വരുന്നു, ഉറക്കം വരുന്നു, മടുപ്പ് തോന്നുന്നു. ഇങ്ങനെയൊക്കെയുള്ള അനുഭവം നമുക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ ഉള്ള് ഏത് അപ്പൻ്റെ പക്കലാണ് ചേർന്നിരിക്കുന്നത്. വെറുപ്പ് നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ, ആരോടെങ്കിലും നീരസ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, സ്നേഹമുള്ളവരെ, നമ്മൾ ഏതപ്പൻ്റെ മക്കളാണ്? ഈ വെറുപ്പ് വെച്ച് നിന്ന യഹൂദരെ ഫരിസേയരെ ഈശോ വിളിച്ചത് പിശാചിൻ്റെ മക്കളെ എന്നാണ്. നമ്മൾ ആരോടെങ്കിലും ഉള്ള വെറുപ്പും നീരസവുമായിട്ടാണ് നടക്കുന്നതെങ്കിൽ നമുക്ക് ഈശോ ഒരു മടിയും കൂടാതെ വിളിക്കുന്നത് പിശാചിൻ്റെ മക്കളാണ് നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിൻ്റെ സ്വഭാവം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിറുപിറുത്ത് നീരസപ്പെട്ട് മറ്റേയാളെ എങ്ങനെ കുഴി വീഴിക്കാം, എങ്ങനെ ശരിയാക്കാം ഓർത്ത് പിറുപിറുത്തോണ്ട് നടക്കുകയാണ്. അങ്ങനെ നീങ്ങുന്ന അവസ്ഥയിൽ നമുക്ക് വചന അഭിഷേകം കിട്ടിയല്ല, വചനത്തിൻ്റെ പൊരുട് തിരിയാൻ പറ്റുകയില്ല, ജ്ഞാനം തെളിയുകയില്ല, ദൈവസ്വരം കേൾക്കാൻ പറ്റത്തില്ല. ജ്ഞാനത്തിൻ്റെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ 3, 4, 5 വായിക്കുമ്പോൾ കാണാം, പാപത്തിന് അടിപ്പെട്ട ശരീരത്തിൽ ദൈവിക ജ്ഞാനം വസിക്കുകയില്ല. ദൈവിക ജ്ഞാനം പാപത്തിന് അടിപ്പെട്ട ശരീരം വസിക്കുകയില്ല. കലങ്ങിക്കിടക്കുന്ന വെള്ളത്തിലേക്ക് നോക്കിയാൽ അടിയിൽ കിടക്കുന്ന കല്ലും അടിയിലൂടെ നീന്തുന്ന മീനിനെ കാണാൻ പറ്റുമോ? കാണത്തില്ല. കലക്കൽ കാരണം കാണത്തില്ല. പാപത്തിൻ്റെ കലക്കലുള്ള വ്യക്തിക്ക് തൻ്റെ ഉള്ളിൽ ദൈവിക ജ്ഞാനം തെളിയുകയില്ല. പാപമെല്ലാം മാറുമ്പോഴാണ് ജ്ഞാനം തെളിയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം എന്തുമാത്രം വായിക്കുന്നു, കാണാതെ പഠിക്കുന്നു, ഉരുവിടുന്നു, ഇതൊന്നും നമുക്ക് രക്ഷയ്ക്കായിട്ട് ഭവിക്കണമെന്നില്ല. നമ്മുടെ തിന്മയുടെ അടിമത്തിലാണ്. ഇതൊന്നും നമുക്ക് ദൈവം ഉദ്ദേശിക്കുന്ന പോലെ ഗ്രഹിച്ച് ആ ജ്ഞാനത്തിൻ്റെ കരുത്തെടുത്ത് ആ ദൈവവചനത്തിലുള്ള ജീവന് ദൈവാത്മാവ് സ്വന്തമാക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കാതെ വരും.
ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസ സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ.